ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ ഒക്കെ സീസൺ ആണല്ലോ അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ? ഇതിനെ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബും ചെയ്യാൻ മറക്കല്ലേ. കുറച്ചധികം തന്നെ റംബൂട്ടാൻ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കറി വെക്കാനായതുകൊണ്ടാണ് ഇത്രയും നമ്മൾ എടുത്തത്. ഇനി അതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു തോടുണ്ടല്ലോ, അത് നമ്മൾ പൊളിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ പൾപ്പ് നമുക്ക് കിട്ടും. ഇതിൻ്റെ കുരോടുകൂടിയാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിയാപ്പിലയും ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസിലോട്ട് എടുത്തു വെക്കാം. ഒരു മീഡിയം ലെവൽ തീയിലാണ് നമ്മൾ ഇതിട്ട് വേവിച്ചെടുക്കുന്നത്. അതായത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കാരണം ഇത് ചെറിയ കായല്ലേ, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് തിളച്ച് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് അരപ്പിട്ട് കൊടുക്കുന്നത്. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ അരപ്പെല്ലാം റെഡിയാക്കി വെക്കണം. തേങ്ങ, ചെറിയുള്ളി, ജീരകം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി എടുക്കാം. ഞങ്ങൾ ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ എടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മോരും കൂടെ എടുക്കുന്നുണ്ട്. അതായത് തൈര് നമ്മൾ ഉടച്ച് മോരാക്കത്തില്ലേ, അതും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നന്നായിട്ട് തിളച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ റംബൂട്ടാൻ്റെ ഇത്, അതിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരുന്ന ടൈം ആകുമ്പോഴത്തേക്കിന്, നന്നായിട്ട് തിളയ്ക്കേണ്ട കാര്യമില്ല, തിള വരുന്ന ടൈം ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ മോരുണ്ടല്ലോ, മോരും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണമെന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മോര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ നിൽക്കേണ്ട, പിരിഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ നേരെ എടുത്ത് വാങ്ങിയെടുത്ത് വെക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ട് കിട്ടും. കടുക് പൊട്ടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ചീനിച്ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചുമന്നുള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളക്, കരിയാപ്പില, ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ട് കിട്ടും. ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ റംബൂട്ടാൻ കറി വെക്കുന്നത്. നമ്മൾ ഏകദേശം പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടല്ലോ, അത് വെക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ റംബൂട്ടാനും കറി വെക്കുന്നത്. ഇതിന് റംബൂട്ടാൻ്റെ ആ ഒരു മധുരവും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ തൈരുണ്ടല്ലോ, മോരൊഴിച്ചേക്കുന്നതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു പുളിയും കൂടെ വരുന്നുള്ളത് കൊണ്ട് തന്നെ പുളിയും മധുരവും എല്ലാം കൂടെ വരുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. ചോറിൻ്റെ കൂടെ ഒഴിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറി തന്നെയാണ് റംബൂട്ടാൻ വെച്ചിട്ടുള്ള ഈ ഒരു കറി. അപ്പോൾ ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണൊക്കെ ആണല്ലോ, തീരുന്നതിന് മുമ്പ് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.